ലൈഫ് ഹാപ്പിയാണോ? ഹാപ്പി ലൈഫിന്റെ സീക്രട്ട് എന്താണെന്നറിയോ? ജപ്പാനിൽ ഒക്കിനാവ എന്നൊരു മനോഹരമായ ദ്വീപുണ്ട്. അവിടെ 80 വയസ്സ് കഴിഞ്ഞവരും 100 വയസ്സ് കഴിഞ്ഞവരും വളരെ സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കുന്നത്. അവരുടെ ലൈഫിന്റെ സീക്രട്ട് അന്വേഷിച്ചാണ് ഹെക്ടർ ഗ്രേസിയും ഫ്രാൻസ് മിലസും ചേർന്ന് ഇക്കിഗായി എന്ന പുസ്തകം എഴുതുന്നത്. ഓരോരുത്തരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം അല്ലെങ്കിൽ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം, ഇതാണ് ഇക്കിഗായി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദീർഘായുസ്സിനും മാനസിക സംതൃപ്തിക്കും ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നത് പ്രധാനമാണെന്ന് പുസ്തകത്തിലൂടെ പറയുന്നു. ഒരുപാട് കാലം ഹാപ്പിയായി ജീവിക്കാനുള്ള കുറേ ടിപ്സുകൾ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് ചിലത് ഞാൻ പറയാം. ജീവിതത്തിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, മിതമായ ഭക്ഷണശീലം കൊണ്ടുവരിക. എങ്ങനെയെന്ന് വെച്ചാൽ വയറ് നിറയെ കഴിക്കാതെ വയറിന് ആവശ്യമുള്ളത് കഴിക്കുക. അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളത്തിനും വായുവിനുമായി മാറ്റിവെക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സുലുസുൽ ബത്തൻ, അതായത് വയറിന്റെ 1/3 കഴിക്കാവൂന്ന്. ആരോഗ്യകരമായ ഭക്ഷണശീലം മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തമായ ജീവിത ലക്ഷ്യം ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടെങ്കിലേ അതിനു വേണ്ടി മനുഷ്യൻ എല്ലാ ദിവസവും ജീവിക്കുകയുള്ളൂ. അതായത് അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് ഓരോരുത്തരുടെയും ഇക്കിഗായി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കടവും സന്തോഷവും അവസാനം അവന്റെ മടക്കവും അവന്റെ പടച്ചവനായ റബ്ബിലേക്കാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവന് അത് മതി. ജീവിതം എത്ര വർഷം ജീവിച്ചു എന്നതല്ല പ്രധാനം, എന്തിനു വേണ്ടി ജീവിച്ചു എന്നതാണ് പ്രധാനം. ഇതാണ് ഇക്കിഗായി നൽകുന്ന യഥാർത്ഥ സന്ദേശം. അസ്സലാമു അലൈക്കും.